ഖം ഖംഗുമന്തി ശംഖം കടകമന്തി പങ്കം ചാകുകൈന ചക്രം ഖം ഖം ധർമ്മവേരി ശബ്ദം ജയമന്തി യുദ്ധം ജയിനികൈന സിദ്ധം ഹേ ഭയങ്കര നീ ത്രയംബകം രാമയസ്കര ഹേ പുരാതകം. നാരായണ, എടോ നാരായണ, മഹാലക്ഷ്മി അമ്മേ. എവിടം വരെ എടോ കാര്യങ്ങളൊക്കെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് ഹാരം വരണം. ആഹാ, അതെപ്പോ വരോടോ? അതിപ്പോ വരും. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരിപ്പോ കൊണ്ടുതരാന്ന് പറഞ്ഞു. ആ, എങ്കിൽ വേഗം മണ്ഡപത്തിൽ കൊണ്ടുവയ്ക്കണേ. കല്യാണത്തിന് മുഹൂർത്തം എടുത്തു. ആ വേഗാട്ടെ. അമ്മേ. എടോ എന്താ അമ്മേ? നാരായണ, തന്നെ ഒരിക്കൽ പോലും ഞാൻ ഈ വീടിന്റെ കാര്യസ്ഥനായിട്ട് കണ്ടിട്ടില്ല. ഈ കുടുംബത്തില് ഒരംഗത്തിനെ പോലെ കണ്ടേക്കണേ. അറിയാമേ. അപ്പോ താൻ തന്നെ വേണം ഇതൊക്കെ മുന്നിൽ നിന്ന് നടത്താൻ. രവിക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരെത്തും പിടിയില്ല. അറിയാമേ. അപ്പോ താൻ തന്നെ ഒന്ന് നോക്കി ചെയ്യണേ. ഈ അമ്മേന്റെ ഒരു അഭ്യർത്ഥനയാണ്. ഓ അമ്മ എങ്ങനൊന്നും പറയാതെ, ഞാൻ തന്നെ ചെയ്തോളാം. വേഗാട്ടെ. ഉം. ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളൊരു ജോലിയില്ല അമ്മേ. ആ ശരി. രവിയേ, രവിയേ. അമ്മ വിളിച്ചിരുന്നോ? എടാ, എന്തായി? ആ കുട്ടീന്റെ വിവരം വല്ലതും കിട്ടിയോ? ഇല്ലമ്മ. കുട്ടി ഏതാന്ന് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാടാ മോനെ ഈ കല്യാണം നടക്കുമെന്ന് അവൻ ഇത്ര ഉറപ്പില് പറയണേ? അവനാണെങ്കിൽ റൂമിലിരുന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തോന്നാടാ ഇതൊക്കെ? കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ഒരു ടൈം പാസ് പോലെയാണ്. ഇന്ന് കണ്ടവരെ നാളെ കല്യാണം കഴിക്കുക. ചെടുപടേന്നുള്ളൊരു കല്യാണം, ആരെയും വിളിക്കാത്തൊരു കല്യാണം. എങ്ങനെയാടാ? അറിയില്ലമ്മേ. അവൻ തീരുമാനിക്കുന്ന പോലല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇനിയിപ്പോ നമ്മൾ തീരുമാനിച്ചാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അവനായിട്ട് കണ്ടുപിടിച്ച കുട്ടീനെ അവനായിട്ട് കല്യാണം കഴിക്കണം. ഇതിൽ നമ്മൾ മുന്നിൽ നിൽക്കാനുള്ളത് പിന്നിൽ നിൽക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോ കാര്യങ്ങൾ അവിടം വരൊക്കെ ആയി. എങ്ങനെ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ചത് അവന്റെ അമ്മേന്റെ ആഗ്രഹമായിരുന്നു. ഗംഭീരമായ ഒരു കല്യാണം, എല്ലാരെയും വിളിച്ചു കൂട്ടി. ഇതിപ്പോ ലഘൂകരിച്ചിട്ടുള്ളൊരു കല്യാണം. എന്താടാ? അറിയില്ലമ്മേ. എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. അവനോട് സംസാരിക്കത്തില്ലെങ്കിലും അവന്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാൻ തന്നെയല്ലേ? ഒരച്ഛനായി പോയില്ലേ? എന്നാ മോനങ്ങോട്ട് വെക്കോ. കാദംബരി എന്തേ? കുട്ടികളോ? അവരുടെ റൂമിലുണ്ട്. കാദംബരി കിച്ചണിലുണ്ട്. ശരി. എനിക്കൊരു തലവേദന പോലെ, ഒരു വെപ്രാളം പോലെ. ഞാനൊരു ചായ കുടിക്കട്ടെ. ശരിയമ്മ. ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയത് പോലും ഇല്ലല്ലോ അമ്മ. അതിന്റെ ആയിരിക്കും. ആയിരിക്കാം. എങ്കിൽ മോനങ്ങോട്ട് പൊക്കോ. അമ്മ ബാക്കി കാര്യങ്ങൾ നോക്കോളാം. ശരിയമ്മ. എടാ കാശി. എന്താ കാവ്യ? എടാ കാശിയെ. എന്തോ നാടി പെണ്ണേ? എടാ, കെവിൻ ചേട്ടന്റെ കല്യാണം അല്ലേ ഇന്ന്? അതിനിപ്പോ എന്നാന്നോ? നമ്മുടെ ഏട്ടന്റെ കല്യാണത്തിന് നമ്മളിപ്പോ എല്ലാ ഐറ്റങ്ങളും വാങ്ങിക്കണ്ടേ? അതിപ്പോ എങ്ങനെ? ഇന്നലെ രാത്രി അല്ലേ പറയാനോ കല്യാണം കളവാണോ? ഇങ്ങനെ എന്തിനു കാണിക്കുന്ന ഈ ഏട്ടൻ? അതല്ലേടാ ഞാനും ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഏട്ടന്റെ കല്യാണത്തിന് നമ്മളിങ്ങനെ ചൊറിയും കുത്തിയും കൂടി ഇരുന്നാ മതിയോ? അതിനിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കൃഷ്ണേച്ചിയും കൂടെ ഇങ്ങനെ പറയാണോ? അല്ല, ഞാനെന്താ പറയാനാടി? കെവിന്റെ സ്വഭാവം നിനക്കറിയാന്നല്ലേ? അവനെ കണ്ടാൽ തന്നെ എനിക്ക് പേടിയാ. അവൻ കൊച്ചുനാൾ മുതലേ എന്നെ കാണുമ്പോ ഒരുമാതിരി. എന്തായാലും നമുക്ക് പോയി ഡ്രസ്സ് എടുത്തിട്ട് വരാം. ഇനി കുറച്ച് സമയമല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൂടെ എങ്ങനെ ഡ്രസ്സ് എടുക്കാനാ? ഏട്ടാ സോറി. എടാ കാശി. എടാ, അമ്മേന്റെ റൂമിൽ വാങ്ങി വെച്ചിട്ടുണ്ടടാ. ഇന്നലെ അച്ഛൻ പോയി വാങ്ങിയത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എടുത്തിട്ട് നീ പോയി? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യ, നീ കൂടെ വാങ്ങും. കൃഷ്ണേച്ചി അമ്മേൻ്റെ കയ്യിൽ നിന്ന് വാങ്ങ്. ശരി, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. നിങ്ങൾ എന്തായാലും ഇവിടെ കൃഷ്ണേച്ചി. എന്താ ജനനിക്ക് ഇങ്ങോട്ടുള്ളത്? ജനനി എന്തേ? അവള് ഗാർഡനിലുണ്ടായിരുന്നു ചേച്ചി. എങ്കിൽ നീ അവളെ കൂട്ടിക്കൊണ്ട് വാ, വേഗം പോയി. ഞാൻ കൂട്ടിക്കൊണ്ടുവരാവേ. വേഗാട്ടെ. ജനനി മച്ചി. എന്താടാ?
എന്താടാ, എന്ത് പറ്റി? മുഖത്തൊക്കെ ഒരു വെപ്രാളം പോലെ. എന്തെങ്കിലും കണ്ടു പേടിച്ചോ? ഏ ഒന്നുമില്ല. കാവ്യനോട് പറഞ്ഞാലോ? എന്താടാ പിറുപിറുക്കുന്നേ? ഏ ഒന്നുമില്ലടാ. വാ, അമ്മ നിന്നെ തിരക്കുന്നു. വരാം, നീ പൊക്കോ. എടാ വാടാ ഇങ്ങോട്ട്, വേഗാട്ടെ. ഏട്ടൻ്റെ കല്യാണത്തിന് ടൈമായി. ആ ശരി. ഇങ്ങനെ എന്തിനാണാവോ കല്യാണം കഴിക്കാൻ പോണേ? ഇങ്ങനൊരു കൊലയാളിയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം വരെ തകർക്കാനാണോ ഈ ഡാർക്ക് ഡെവിളിന്റെ ഉദ്ദേശം? ഇത് ഞാൻ പോലീസിനെ അറിയിക്കണം. ഞാനാ കണ്ടേന്ന് അവരാരെങ്കിലും തിരിച്ചറിഞ്ഞോ? ആ മനുഷ്യന്റെ നേരത്തോടെ ചീറിപ്പാഞ്ഞല്ലേ ബുള്ളറ്റുകൾ പാഞ്ഞത്. ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിച്ചു. ഇയാൾ മനുഷ്യ മൃഗമാണോ? ഒരു പാവപ്പെട്ട മനുഷ്യനെ വെടിവെച്ച് കൊന്നുകളഞ്ഞില്ലേ? എടാ ജനനി മച്ചി, എന്തോന്നാ നീ പെറുപിറുക്കുന്നേ? ഏ ഒന്നുമില്ല. എന്താടാ, നിനക്ക് വല്ല വയ്യായ്മയുണ്ടോ? ഏ ചെറിയൊരു തലവേദന പോലെ. എന്താടാ ഒരുമാതിരി നെഞ്ചെല്ലാം പടപടയ്ക്കുന്നുണ്ടല്ലോ? അറിയില്ലടാ, ഒരു വെപ്രാളം. എന്തിനു കണ്ടു പേടിച്ചോ പെണ്ണേ? ഏ ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടേ പറയടാ. ഏ ഒന്നുമില്ല. വാ, ടൈമായിന്നല്ലേ പറഞ്ഞേ? എടാ ആ പെൺകുട്ടി എത്തിയോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഏട്ടൻ വന്നാലേ ആ പെൺകുട്ടിയും വരത്തോളൂ. വാ നീ ഇങ്ങോട്ട്. ഞങ്ങളും ആകാംക്ഷയിലാണ് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏതാന്ന് അറിയാൻ വേണ്ടി. വാ.